ഗൈസ്, അപ്പോൾ നമ്മുടെ നേരത്തെ പെട്ടി ഒരുക്കൽ വീഡിയോന്റെ പാർട്ട് 2 ആണിത്. മുന്നത്തേത് കുഞ്ഞുവാവയുടെ പെട്ടിയായിരുന്നു. ഇപ്പോൾ നമ്മള് കുഞ്ഞുവാവയുടെ അമ്മയുടെ പെട്ടിയും പാവം പാർട്ട്ണറിന്റെ പെട്ടിയും ആണ് ഒതുക്കുന്നത്. അപ്പൊ നിങ്ങള് കുഞ്ഞുവാവയുടെ ബേബിയുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പൊ അത് കണ്ടോളൂ. തലയുടെ മേലെ ഇവിടെ എവിടെയെങ്കിലും ലിങ്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്റെയും കിരണിന്റെയും പെട്ടി ഹോസ്പിറ്റൽ ബാഗിന്റെ പെട്ടിയൊന്നും ഇല്ല കേട്ടോ. ഈ ഇവരുടെയൊക്കെ പെട്ടിയുടെ ഉള്ളിലൊരു മൂലയാണ് എന്റെ സ്ഥലം. അപ്പൊ അതങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ലിസ്റ്റ് ഇതാണ്. ലിസ്റ്റ് ഇവിടെ നമ്മുടെ NHSന്റെ ഒരു ബേസിക് ലിസ്റ്റ് ഉണ്ട്. ഞാൻ വായിക്കാം. യുവർ ബർത്ത് പ്ലാൻ ആൻഡ് ഹോസ്പിറ്റൽ നോട്ട്സ്, അതാണ് ഈ കാണുന്നത്. ഇതിലൊരു ശരിക്കും പറഞ്ഞ ഒരു ഫയൽ പോലെയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മുടെ ഇതുവരെയുള്ള എല്ലാ സ്കാനും ഇതുവരെയുള്ള എല്ലാ മിഡ്വൈഫ് അപ്പോയിന്റ്മെന്റും ഇപ്പൊ നമ്മൾ ട്രയാജിൽ എന്തെങ്കിലും പോയിട്ട് വന്നെങ്കിൽ അതിന്റെ ഒക്കെ ലിസ്റ്റും എല്ലാം ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് എല്ലാം ഇതിന്റെ അകത്തുണ്ട്. പിന്നെ ബർത്ത് പ്ലാനും ഉണ്ട്. ബർത്ത് പ്ലാൻ നമുക്ക് വേറൊരു PDF ആയിട്ടാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബർത്ത് പ്ലാനിലാണ് നമ്മൾ എഴുതുക ആരൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ ആരാണ് അകത്ത് കയറേണ്ടത്, കൂടെ അതുപോലെ എങ്ങനെയാണ് പ്ലസന്റ് ഡെലിവറി ചെയ്യേണ്ടത്, വാട്ടർ ബർത്ത് വേണോ, അങ്ങനത്തെ കുറേ നമ്മുടെ പ്രയോറിറ്റീസ് പ്രിഫറൻസസ്, അതായത് ഡാഡ് കോഡ് കട്ട് ചെയ്യണോ, അതോ അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ഇത് മറന്നിട്ട് വരാറുണ്ടെന്ന് നമ്മുടെ മിഡ്വൈഫ്, നമ്മളൊരു ക്ലാസ്സിന് പോയി ആന്റിനറ്റൽ ക്ലാസ്സിന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു മിഡ്വൈഫ് ഇത് മറന്നിട്ട് കുറെ പേര് വരാറുണ്ട്, പക്ഷെ ഇത് മറക്കരുത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ സാധനം. അപ്പൊ അതാണിത്. പിന്നെ ഒരു കാര്യം ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒരു തവണ ബേബിയുടെ മൂവ്മെന്റ്സ് ഇത്തിരി കുറവാണെന്ന് തോന്നിയിട്ട് നമ്മൾ ട്രയാജി പോയപ്പോൾ അവർ നമുക്ക് തന്ന ഒരു ബാൻഡാണിത്. ഇത് വെച്ചിട്ടാണ് അമ്മയുടെയും കൊച്ചിന്റെയും ഹാർട്ട് ബീറ്റ് ഒക്കെ മോണിറ്റർ ചെയ്യണേ. CTG എന്ന് പറഞ്ഞൊരു മെഷീനിൽ കണക്ട് ചെയ്തിട്ട്. അപ്പൊ അന്ന് തന്നതാണ്. അത് ഇനി നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പൊ അതവർ തന്നായിരുന്നു. അപ്പൊ അതും നമ്മൾ കൊണ്ടുപോവാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്കായിട്ട് ഉപയോഗിക്കാം. ഇനി അടുത്തത് ലൂസ് കംഫർട്ടബിൾ ക്ലോത്തിങ് ടു വിയർ ഡ്യൂറിംഗ് ലേബർ. ആക്ച്വലി അങ്ങനെ ക്ലോത്തിങ് കൊണ്ട് ഞാനിവിടെ കുറെ 3 ഫീഡിങ് കുർത്ത പോലെ എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ചൂടായതുകൊണ്ട് ഭയങ്കര ബനിയൻ ടൈപ്പ് ഒന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത് ഇവിടെ ഒരു നൈറ്റ് വെയർ പോലത്തെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗൗണ് പോലെ എടുത്തിട്ടുണ്ട്. ഇത് കാണിച്ചു തരാം. നാട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ്? അല്ല, ഇത് കയറ്റുമതി ചെയ്തതാണ്. അല്ല, ആ കുർത്തയൊക്കെ നാട്ടിൽ നിന്നാണ്. ഇത് നമ്മൾ ഇവിടുന്ന് മേടിച്ചതാണ്. അപ്പൊ അതാണ്. അടുത്തത് ഡ്രസ്സിംഗ് ഗൗൺ. അതാ ഡ്രസ്സിംഗ് ഗൗൺ. ഇത് ആക്ച്വലി ചൂടായതുകൊണ്ട് ഇതൊക്കെ ഇടാൻ പറ്റുമെന്ന് ഐഡിയ ഇല്ല. ബിക്കോസ് തണുപ്പാകുമ്പോൾ നമുക്ക് എന്തായാലും ഇത് വേണ്ടി വരും. വേറെ കുഴപ്പമൊന്നുമില്ല. നോർമൽ ഡെലിവറി വെച്ചാൽ നമ്മുടെ അടുത്ത് കുറച്ചു നേരം നടക്കാനൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. പുറത്തെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ വേറെ എന്തെങ്കിലുമൊക്കെ. അപ്പൊ നമ്മൾ ഇൻ കേസ് ഹോസ്പിറ്റൽ ഗൗണിലാണെങ്കിൽ അതിന് മേലെ ഇടാനായിട്ടാണ് ഈ ഗൗണ്. ഇതുവരെ വാങ്ങിയിട്ടുണ്ട്. ചൂടായതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ നടക്കുന്നു. എന്നാലും പറഞ്ഞ സ്ഥിതിക്ക് വാങ്ങിയേക്കാം. ഓക്കെ ജോസ് പ്രകാശ്. ഓക്കെ. അപ്പൊ സ്ലിപ്പേഴ്സ് ഞാനിപ്പോ 2 ചെരുപ്പ് പോലെ എടുത്തിട്ടുണ്ട്. ഇത് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് ഒരെണ്ണം. ഇത് ഇവിടുന്ന് ഇട്ടിട്ട് പോവാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൂസ് ആയിട്ടുള്ള ഇടാൻ സുഖമുള്ള. നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. നമ്മളെവിടെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ പോലെ തന്നെ 3 ജോഡി ഇല്ല, ഒരെണ്ണം ഇട്ട് പോവാ, ഒരെണ്ണം പാക്ക് ചെയ്യാനാണ്. 3 ജോഡി ട്ടോ. 3 അല്ല 2. അടുത്തത് നൈറ്റ് വെയർ ഫ്രണ്ട് ഓപ്പണിംഗ് ലൂസ് ഫിറ്റിംഗ്. അത് ഞാൻ നേരത്തെ കാണിച്ചില്ല. ഇത് ഫ്രണ്ട് ഓപ്പൺ ഉള്ള ഒരു ഡ്രസ്സാണ്. അടുത്തത് സോക്സ് ഇവിടെ കുറച്ചധികം ഒരു 4-5 ജോഡി ഉണ്ട്. അതുണ്ട്. പിന്നെ 5 or 6 pairs of knickers. അത് ഇവിടെ നമ്മള് പീരീഡ് പാൻസ് പോലത്തെയാണ് മേടിച്ചിരിക്കണത്. ഇത്തിരി എന്താ പറയാ, ഇത്തിരി ഹൈ വേസ്റ്റ് പോലത്തെ അത് മേടിച്ചിട്ടുണ്ട്. ഒരു 5-6 ഉണ്ട്. അടുത്തത് 2 or 3 comfortable bras including nursing bras. Okay. അപ്പൊ എന്താ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 4 ബ്രസ്റ്റ് ഫീഡിങ് ടൈപ്പ് ബ്രാ ഉണ്ട്. ഇവിടെ നിന്ന് ഹുക്ക് ഇങ്ങനെ വിടിയിക്കുന്ന പോലത്തെ അത് മേടിച്ചിട്ടുണ്ട്. 2 packets of super absorbent sanitary.
മെറ്റേണിറ്റി പാഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഓൾറെഡി ഇങ്ങനത്തെ പാമ്പേഴ്സ് പോലത്തെ വലിയ മെറ്റേണിറ്റി പാഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ അങ്ങനത്തെ യൂസ് ചെയ്യാത്തത് കൊണ്ട് രണ്ടാമത്തെ പാക്കറ്റ് നമ്മൾ നോർമലി മെൻസ്ട്രൽ പാഡ് പോലത്തെയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള നൈറ്റ് പോലെ. അപ്പൊ ഇതില് ഏതെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ 2 പാക്കറ്റ് അതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോമൺ യുവർ വാഷ് ബാഗ് വിത്ത് ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, ബ്രഷ്. അത് ഇതിൻ്റെ അകത്തുണ്ട്. ചെറിയ ബോട്ടില് ഷാമ്പു. അത് അതിനൊന്ന് കാണിക്കാം. ഓക്കെ, ചെറിയ ബോട്ടില് ഷാമ്പു, അതുപോലെ ചെറിയ ബോട്ടില് കണ്ടീഷണർ, ചെറിയ ബോട്ടില് ബോഡി വാഷ്, മോയ്സ്ചറൈസിങ് ക്രീം, ഇത് സാനിറ്റൈസർ ആണ്. പിന്നെ ടൂത്ത് പേസ്റ്റ്, കണ്ണനും എനിക്കുള്ള ടൂത്ത് ബ്രഷ്, പിന്നെ നിപ്പിൾ ക്രീം, പിന്നെ പാരസിറ്റാമോൾ നമ്മുടെ അടുത്ത് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക്. അപ്പം അത്, പിന്നെ മുടി കെട്ടാനായിട്ടുള്ള ഹെയർ ബാൻഡ്, ഒരു ചീപ്പ്, ടൂത്ത് ബ്രഷ്. ഇത് തന്നെ ഒരു 4 കിലോന്റെ സാധനം ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഐ മാസ്ക് ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനല്ല, അതിൽ എഴുതിയിരിക്കണം എന്താ വെച്ചാ ഹോസ്പിറ്റലിൽ ഭയങ്കര ലൈറ്റ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ചിലപ്പോ രാത്രി ഉറക്കണ്ടാവില്ല, പകലൊന്നും ഉറങ്ങണം എന്ന് വെച്ചാൽ ലൈറ്റ് കാരണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് വെക്കുന്നു, കിടന്നുറങ്ങുന്നു. അപ്പോ എനിക്കുള്ള ഐ മാസ്ക് വേണമെങ്കിൽ എവിടെയും പോയി കിടന്ന് ഉറങ്ങും. അത് തന്നെ. ഓക്കെ, അടുത്തത് ടവൽസ് ഇവിടെ ഒരു ചെറുതും ഉണ്ട്, ഒരു വലുതും ഉണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ടവലിന്റെ വലിയ ആരാധികയല്ല, അതുകൊണ്ട് ഒരു നമ്മള് സാധാരണ ഒരു തോർത്ത് ചുമ്മാ എടുത്തു വെച്ചിട്ടുണ്ട്. വെയിറ്റ് കൂടുതലായതാണ്. പില്ലോ നമ്മള് പോകുമ്പോ എടുക്കാന്നാണ് പ്ലാൻ. ആയിരിക്കണം എന്നില്ല. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇനിയിപ്പോ ലിസ്റ്റിലുള്ള ഓക്കെ. പിന്നെ വേണ്ടതെന്ന് പറയുന്നത് ഫാൻ ഓർ വാട്ടർ സ്പ്രേ. ഓക്കെ, ഒബ്വിയസ്ലി ചൂട് കാരണം ഫാൻ. നമ്മുടെ ഒരു ഫാൻ ഉണ്ട്, കാറ്റും കൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിടക്കാം. അടിപൊളി. അതിന് അയ്യോ കൊള്ളാം. പിന്നെ ബുക്സ്, മാഗസീൻസ്, പോഡ്കാസ്റ്റ്, മ്യൂസിക് പ്ലേലിസ്റ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അങ്ങനത്തെ നമ്മൾ എടുത്തിട്ടില്ല കാരണം അതെല്ലാം അതിന്റെ ഉള്ളിൽ കവേർഡാണ്. ഫോൺ ആൻഡ് ഫോൺ ചാർജർ. അപ്പൊ നമ്മള് അതിന് വേണ്ടിയിട്ട് ചാർജർ, ഒരു നീളമുള്ള ചാർജർ ഹെൽപ്ഫുൾ ആയിരിക്കും പലരും പറഞ്ഞു. അതുകൊണ്ടൊരു 3 മീറ്റർ നീളമുള്ള ചാർജർ എടുത്തിട്ടുണ്ട്. എന്റെയും കിരണിന്റെയും ഫോണിന്റെ ചാർജേഴ്സ് ഡിഫറെന്റ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് പല ടൈപ്പ് ഉള്ളതുണ്ട്. അപ്പൊ ഇത് 3 മീറ്റർ ഉള്ള ചാർജിങ് കേബിൾ ആണ്, അതെടുത്തിട്ടുണ്ട്. ഒരു സ്പെയർ ബാഗ് ഫോർ എനി വാഷിംഗ്. അത് ഞാൻ ചുമ്മാ ഒരു കവർ, പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. ഇനി അപ്പൊ ഇത്രയാണ് അമ്മയുടെ പെട്ടിയിൽ വേണ്ടത്. ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ കിടക്കുന്നത്. അല്ല, ഇത്രയല്ല, അധികം ഐറ്റംസ് ഉണ്ട്. ഇനി വേറെ എക്സ്ട്രാ ഐറ്റംസ് ഒരു 2-3 ബ്രഷ് പാഡ്, പിന്നെ ഫേഷ്യൽ വൈപ്സ്, മുഖം തുടയ്ക്കാനൊക്കെ ആയിട്ട്. ഒന്നും ലിസ്റ്റിലില്ലാട്ടോ, നിപ്പിൾ കവർ അങ്ങനത്തെ. പിന്നെ ഇത് ഇപ്പൊ നമുക്ക് വജൈനൽ ബർത്താണ്, സി സെക്ഷൻ ആണെന്ന് അറിയാത്തത് കൊണ്ട് ഈ പാഡായിട്ട് യൂസ് ചെയ്യാനുള്ള കൂൾ പാഡ് ഇങ്ങനെ ഇതിങ്ങനെ നമ്മൾ ഒടിച്ചിട്ട് വെക്കും. അപ്പൊ താഴെയൊക്കെ എന്താ പറയാ നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടാനായിട്ടുള്ളത്. പിന്നെ ഫ്രീഡം മാമിന്റെ തന്നെ പെരിനിയൽ ഒരു വിച്ച് ഹേസൽ ക്രീം ഉണ്ട്, പെട്ടെന്ന് റിക്കവർ ആവാനുള്ള, സ്റ്റിച്ചൊക്കെ ഉണ്ടെങ്കിൽ റിക്കവർ ആവാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതാണ് ഉള്ളത്. പിന്നെ ഏറ്റവും ഉപകാരമുള്ള ഒരു സാധനമാണ് ഇത്, പെരി ബോട്ടിൽ. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ വാഷിംഗ് ഓപ്ഷൻ ഇല്ലാത്തത്, ബെഡ് ഇല്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ, നമ്മുടെ വീട്ടിലുണ്ട്, ഹോസ്പിറ്റൽ ഇല്ലാത്തതുകൊണ്ട് ഇതിൽ നമുക്ക് വെള്ളമൊക്കെ നിറച്ച് വാഷ് ചെയ്യാനൊക്കെ എളുപ്പത്തിന് അതുണ്ട്. പിന്നെ മേക്കപ്പിന്റെ ഒരു ചെറിയൊരു ബാഗ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. സ്നാക്സ് എടുത്തു വെക്കണം എന്നൊക്കെയാണ് പറയുന്നത്. വാട്ടർ ബോട്ടിൽ ഇത് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ കുടിക്കാൻ പറ്റുന്ന പോലത്തെ ടംബ്ലർ നല്ലതാന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഒരെണ്ണമുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മള് എനിക്ക് വേണ്ടി. പിന്നെ സ്നാക്സ് എടുക്കണം എന്ന് പറയാം. ഓക്കെ. ഇനി
എനിക്കുള്ള ലിസ്റ്റ് വായിക്കൂ. അതായത് പാർട്ട്ണറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യം ശരിയാണ്. അമ്മയ്ക്കും കുഞ്ഞിനുമാണ് പ്രയോറിറ്റി എങ്കിലും നമ്മുടെ കാര്യം നോക്കണമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞോട്ടെ. പ്ലീസ് എൻ്റെ ലിസ്റ്റ് വായിക്കും. ചേഞ്ച് ഓഫ് ക്ലോത്ത്സ് ഇതാണ് എനിക്കെടുത്ത് വെച്ചേക്കണത്. ഇത് ഷെയിൻ്റെ ബാഗിൽ ഇട്ടേക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇതില് നമുക്ക് ഇടാനുള്ള രണ്ട് അണ്ടർവെയർ, ടീഷർട്ട്, ഷോർട്സ്, ഇതൊക്കെ. ഇനി നിങ്ങൾ നോക്ക്, ഇത്രയും ഇതാണ് അമ്മയുടെ ബാഗ്, ഇതാണ് എൻ്റെ ബാഗ്. പിന്നെ ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, ഡിയോഡ്രന്റ് അതൊക്കെ അതിനകത്തുണ്ടല്ലോ, മറ്റേ കോമൺ ലിസ്റ്റിലുണ്ടല്ലോ. പിന്നെ മെയിൻ നമ്മളിത് കയ്യിൽ കരുതണം. ഹെൽത്തി സ്നാക്സ് എന്നാണ് അവർ പറഞ്ഞേക്കണേ, പക്ഷെ അല്ല, നമുക്ക് ഇത് എടുത്താലും മതി. നമ്മള് സ്നാക്സ് കയ്യിൽ കരുതണം. അത് അമ്മയ്ക്കും കഴിക്കാം, പ്രധാനമായും പാർട്ട്ണറിന് കഴിക്കാനാണത്. കാരണം നമുക്ക് എനർജി വേണമല്ലോ. അപ്പൊ ഫോൺ ആൻഡ് ചാർജർ നമ്മള് സെയിം ആണ്. രണ്ടും കൂടെ 2 ടൈപ്പ് ചാർജർ അതിലുണ്ട്. പിന്നെ ക്യാമറ അല്ലെങ്കിൽ ക്യാം കോഡർ നമ്മൾ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുവാണ്, പക്ഷെ നമ്മളത് ചാർജ് ചെയ്ത് എടുക്കുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ ലൈക്ക് ഓപ്പറേഷന്റെ അവിടെ നമുക്ക് വീഡിയോ ഓപ്പറേഷനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ്. സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് അതിപ്പോ പറഞ്ഞല്ലോ. സ്വിംവെയർ ഇഫ് ദേ ഗെറ്റിംഗ് ഓൺ ദ ബെർത്ത് പൂൾ, പക്ഷെ നമ്മള് ബെർത്ത് പൂൾ ഓപ്ഷൻ എടുക്കാത്തതുകൊണ്ട് സ്വിംവെയർ എടുത്തിട്ടില്ല. എന്തെങ്കിലും മെഡിസിൻസ് എന്റെ കഴിഞ്ഞല്ലോ, നമ്മുടെ നമ്മുടെ പറഞ്ഞത് എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതില്ല. പിന്നെ ഗ്ലാസ്, കോണ്ടാക്ട്. ക്യാമറ ഞാൻ എനിക്ക് തന്നോളൂ, കാരണം നമ്മുടെ റോള് കഴിഞ്ഞല്ലോ. ഇനി കാർ പാർക്കിനുള്ള സ്പെയർ ചേഞ്ച് അത് നമ്മൾ ഓൾറെഡി വണ്ടിയിലുണ്ട്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ലിസ്റ്റില്. അങ്ങനെ ഞങ്ങളുടെ മോം ആൻഡ് ഡാഡിന്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഐറ്റംസ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാവർക്കും ഉപകാരമാവെന്ന് വിചാരിക്കുന്നു. ചെയ്ത് വെച്ച സാധനങ്ങളാണ് ഇത് മുഴുവൻ. ഇനി പെട്ടിയിൽ കയറ്റണം. ഇനി ഞങ്ങൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് കമന്റിൽ ഇടും. എന്നാലും അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.